ഇന്നത്തെ പണി റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലാട്ടോ. അപ്പൊ പുറത്ത് നല്ല ചൂടാണ്, അതിലും ചൂടാണ് ഇതിന്റെ ഉള്ളില്. നമ്മൾ ചേന നടുന്നതിന്റെയൊക്കെ വീഡിയോ ചെയ്താണ്. അപ്പൊ നമ്മൾ അന്ന് നട്ടയിൽ കുറച്ച് ചേനയുടെ വിത്ത് ബാക്കിയുണ്ട്. ഇപ്രാവശ്യം ചേനയും ചേമ്പൊക്കെ നമുക്ക് നട്ടതിന് ശേഷം വിത്ത് കുറച്ച് കൂടുതലുണ്ട്. വലിയ ചേനയൊക്കെ കിട്ടിയതുകൊണ്ട് ഒന്നും തന്നെ കുറേ കഷ്ണങ്ങൾ കിട്ടി നമുക്ക് നടാനായിട്ട്. ബാക്കിയുള്ള ചേന തോട്ടത്തിൽ നട്ട് കഴിഞ്ഞാൽ എന്തായാലും പന്നിക്കുള്ളതാണ്, പന്നി കുത്തിപ്പോവും. നമ്മൾ കുറേ റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നട്ടൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേക്ക് എന്തായാലും പന്നി കൊണ്ടുപോകും. അപ്പോൾ വേറെ എവിടെയും സ്ഥലം നമുക്ക് നട്ടത് ഇപ്പം നമ്മുടെ വീടിന്റെ മുൻഭാഗത്തുള്ള സ്ഥലത്ത് തന്നെ അവിടെ ഫുള്ളായി നട്ട് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് പന്നിക്ക് കിട്ടാത്ത സ്ഥലം ഇനി റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലേ ഉള്ളൂ. ഒരു പരീക്ഷണം കൂടെയാണ്. നമുക്ക് എന്തായാലും റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ ബാക്കിയുള്ള ചേനയൊക്കെ നട്ടു കൊടുക്കാം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ നട്ടിട്ടുള്ളത് വഴുതന ഉണ്ടായിരുന്നു. അടിഭാഗത്ത് നട്ടത്, മുകളിൽ നമ്മൾ കയ്പയും ചിരങ്ങിയൊക്കെ ഉണ്ട്. അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ വഴുതനായിരുന്നു. വഴുതനന്റെ വിളവ് ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ നിന്ന് കളയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വഴുതന ഇനിയും സെറ്റായി വരും. വഴുതന പിന്നെ നട്ട് കഴിഞ്ഞാൽ ഒരു വർഷം വരെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കിട്ടും. അപ്പൊ അതിന്റെ ഗ്യാപ്പ് കണ്ടില്ലേ, അതിന്റെ ഗ്യാപ്പിൽ വഴുതന നട്ടതിന്റെ ഏരിയയുടെ ഇപ്പുറത്തായിട്ട് ഈ ഒഴിവിൽ നമ്മൾ ചേനയ്ക്ക് കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുഴിയൊക്കെ എടുത്ത് കുമ്മായൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് 3 കുഴി എടുക്കാൻ പറ്റി. തൊട്ടപ്പുറത്ത് അതുപോലെ 3 കുഴി, അങ്ങനെ ഓരോ ഏരിയയുടെയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കുഴികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ ഒരു സൈഡിലായിട്ട് നടുന്നുള്ളൂ കേട്ടോ. മൊത്തം നമ്മൾ ചേനയും ചേമ്പൊക്കെ നട്ട് കഴിഞ്ഞാലേ മഴക്കാലത്ത് നമുക്ക് ഗ്രോ ബാഗും കാര്യങ്ങളും പിന്നെ അടിയിലൊക്കെ പച്ചക്കറിയൊക്കെ കൊണ്ടുവെക്കാനുള്ളതാണ്. പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉള്ള പച്ചക്കറികൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവെക്കാറുള്ളത്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റില്ല. ഫുള്ള് ഇവിടുന്ന് ഇതിൻ്റെ ഷെയ്ഡ് വരുമല്ലോ. ഇവിടുന്ന് ആ തല വരെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഫസ്റ്റ് ചേന കിട്ടുന്നത് ചേമ്പ് കിളച്ചതിൻ്റെ കണ്ട കൊണ്ട് വെച്ചിട്ട് അതിപ്പോൾ അത്യാവശ്യം വേരൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സ്ഥലം നോക്കിയിട്ട് ഇതിനൊരു അല്ലെങ്കിൽ ഇതെടുത്ത് നമുക്ക് ചാക്കിൽ നടാം. പ്ലാവിൻ്റെ തൈ ഇത് നമ്മൾ കൂടെ തൈയൊക്കെ കൊണ്ട് വെച്ചിട്ട് ഇതിനുള്ള സെറ്റാണ്. അപ്പോൾ എല്ലാം വളരെ ഇതില് ഇതിന് വെട്ടി കൊടുക്കേണ്ടി എന്നാലും യു വി ഷീറ്റുമ്പോൾ തട്ടാനായിട്ടുണ്ട്. പറച്ച വാടി പോകുന്ന വെച്ചാൽ അങ്ങനെ നിർത്തിയതാണ്. നമ്മൾ ഇതിന് വലിച്ച് കെട്ടാനൊക്കെ ചെയ്ത് ഒരു കമ്പൊക്കെ ആയിട്ട് നിന്ന് അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പണി തുടങ്ങാൻ ഇനി. അപ്പോൾ നല്ല ആട്ടിൻകാഷ്ടം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 എണ്ണം കിട്ടിയില്ല കേട്ടോ, 2 കുഴിയുള്ളൂ. നമുക്ക് ഇതിന് മണ്ണ് കയറ്റി കൊടുക്കുന്ന ഗ്യാപ്പും കൂടെ നോക്കണം. അതിനനുസരിച്ച് കുഴികൾ എടുക്കാണ്ട്, കുറേ കുഴി എടുത്തിട്ട് കാര്യമില്ല. നല്ല പൊടിഞ്ഞ ആട്ടിൻകാഷ്ട 3 പിടി വെച്ചിട്ട് കുഴിയിലൊക്കെ ഇട്ട് കൊടുക്കാം. എന്തായാലും ഇതിലുണ്ടായി കിട്ടുന്ന ഒരു പരീക്ഷണം കൂടെ നമുക്ക് ചെയ്യാം. എല്ലാ ചെടികളും ഉണ്ടാകുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ചേനയും ചേമ്പും ഉണ്ടാകുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും തോന്നുന്നു. റെയിൻ ഷെൽട്ടറൊക്കെ കെട്ടിയിട്ട് പോളിയോസ് റെയിൻ ഷെൽട്ടറിലൊക്കെ നമ്മൾ കിഴങ്ങ് വിള ഇത് ചേനയും ചേമ്പും കാച്ചിലൊക്കെ കൃഷി ചെയ്യേണ്ട രീതിയിലോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ നൂൽക്കമ്പിയൊക്കെ കെട്ടി തോട്ടത്തിലൊക്കെ അത്രയും സെറ്റപ്പ് ആക്കി വെക്കും. എന്നാലും പിന്നെ നമ്മൾക്ക് അതായത് സോളാർ ഫെൻസിങ് ഒക്കെ ചെയ്യണം. അല്ലാത്ത ഫെൻസിങ് നമ്മൾക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. ഒരുപാട് അപകടങ്ങൾ നമ്മളൊക്കെ വാർത്തയിലൊക്കെ കണ്ടതാണ്. ഇത് കറണ്ട് നമ്മൾ എർത്തൊക്കെ കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്, തോട്ടത്തിൽ ചെയ്യാൻ അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ടി വരും. അത്രയും ബുദ്ധിമുട്ടിയൊന്നും കൃഷി ചെയ്യാൻ ഇപ്പം നിന്നാൽ ചിലപ്പോൾ പണി പാടും. അല്ലാതെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പന്നീനെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാനല്ല, അത്രയും റിസ്ക് ആണ്. ഇതൊക്കെ തോട്ടത്തിലൊക്കെ നട്ടിട്ട് ഉറക്കു ഒഴിച്ച് ഇങ്ങനെ കാത്തു നിൽക്കും. അപ്പം ബുദ്ധിമുട്ടുകൊണ്ട് ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, എർത്ത് കൊടുക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് കറണ്ടൊക്കെ എടുത്ത്. അങ്ങനെ ചെയ്യരുതെന്ന് KSEB ഒക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്ത് തന്നെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നട്ടാൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ ഷെയ്ഡ് നെറ്റിന് പുറമെ ഒന്നും കൂടെ നമ്മളിതാ ഈ ഷെയ്ഡ് നെറ്റിൻ്റെ ഒക്കെ അപ്പുറം സൈഡിലൂടെ ഒന്നുകൂടെ വലിച്ചു കെട്ടണം. ഇതിൻ്റെ ഒക്കെ എന്താ വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത് തോട്ടാണ്. ഈ തോട്ടത്തിൽ നിന്നൊക്കെ പന്നി രാത്രി വരുന്ന സമയത്തൊക്കെ ഇതിനുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ഇതും പൊളിച്ച് കയറും. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് നമ്മളെന്തെങ്കിലും അതിന് ചെയ്യുന്ന പണികളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാം. ഇതൊക്കെയാണ് നടാനുള്ള വിത്തുകൾ. നമ്മൾ ചാണകത്തിലൊക്കെ മുക്കി വെച്ച് നല്ല സെറ്റായി നിൽക്കുകയാണ്. പിന്നെ ഇതിൽ നടുന്നത് നമ്മൾ അധികം ഉണ്ടോ ഒരു ചെറിയ ചേന കേട്ടോ. നമ്മൾ 2 ഐറ്റം ചേന ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ വലിയ ചേനയാണ് നമ്മൾ ആദ്യം നട്ടത്. അപ്പോൾ ഒരു ഭാഗത്ത് അത് മൊത്തം ആക്കി, എന്താ വെച്ചാൽ നമുക്ക് പിന്നെ കളക്ട് ചെയ്യുന്ന സമയത്ത് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളത് ഒരു ചെറിയ ഐറ്റം ചേനയാണ്. അപ്പം അതിൻ്റെ വിത്ത് മാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. വലുതിൻ്റെ 1-2 കഷ്ണങ്ങൾ ഇതിലുണ്ട്. പക്ഷെ വലുത് മുഴുവനായിട്ട് നമ്മൾ അവിടെയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അങ്ങനെ വെച്ചു ഓരോ കുഴിയിൽ ആദ്യം വെച്ചിട്ട് ഇനി നമുക്ക് ഓരോന്നേ പതിച്ച് വെക്കാം. അതിനൊക്കെ കറക്റ്റ് മുള ഇങ്ങനെ വരുന്നുണ്ട്.
മണ്ണ് തട്ടിയിരുന്നില്ല. നമുക്ക് ഇനി ഇതിന്റെ മുകളിൽ അടുത്ത പണിയുണ്ട്. മണ്ണ് തട്ടാനായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കമഴ്ത്തി വെച്ചിട്ടേന് പ്രശ്നം. എങ്ങനെ വേണമെങ്കിലും ചേന വെച്ചു. അതൊക്കെ ഈ മുളയൊക്കെ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇതിപ്പോ ഇങ്ങനെയും വെച്ചാലും കുഴപ്പമൊന്നുമില്ല, മുളങ്ങനെ മുകളിലോട്ട് വരും കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് 2 പീസാക്കിയിട്ടാ ഇങ്ങനെ കറക്റ്റ് മുള വരുന്നത്. പകുതി സ്ഥലത്ത് നമ്മള് ചേന ഇട്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചേമ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മളെ വിത്തുകൾ മൊത്തം ഇതിൻ്റെ ഉള്ളിൽ നടാൻ കഴിയും കേട്ടോ. ഇതാ വലിയ കണ്ട നമ്മളിങ്ങനെ ഇതുപോലെ മുറിച്ചിട്ടുണ്ട്. ചെറുതാ ഇങ്ങനെയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതന്നെ വെച്ചു കൊടുക്കാം. ചേമ്പിനൊക്കെ വേഗം മുള വരും കേട്ടോ. ചേമ്പ് പിന്നെ വെട്ടിയിട്ടാലും കാണാം. എന്താ ഇങ്ങനത്തത് ഇവിടെയൊക്കെ മുള കണ്ടില്ലേ. അപ്പം കിടത്തി വെച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴികളൊന്നും വേണ്ട. ഈ മുകളിലോട്ടാണ് നമുക്ക് മണ്ണിട്ട് കൊടുക്കേണ്ടത്. നല്ല അടിപൊളി പാൽച്ചേമ്പാട്ടോ. ചേമ്പ് നമ്മൾ കുറച്ച് ചേമ്പുണ്ട്. നമ്മളിത് ലാസ്റ്റ് ചേന നടാൻ വേണ്ടി സ്ഥലം റെഡിയാക്കുമ്പോൾ കുറച്ചും കൂടെ ചേമ്പ് പറിച്ചില്ലേ. അപ്പൊ നോമ്പായതുകൊണ്ട് ചേമ്പ് നമ്മൾ എടുത്ത് വെച്ചാൽ നോമ്പ് കഴിഞ്ഞിട്ട് വേണം ഈ ചേമ്പൊക്കെ കൂട്ടാനായിട്ടില്ലേ. അതൊക്കെ പെട്ടെന്ന് മുള വരും. കുറച്ച് വളം എടുത്തുകൊണ്ട് ഈ കുഴിയിൽ വളം ഇട്ടിട്ടില്ല. അടുത്ത പണി എല്ലാത്തിലും നമ്മൾ വിത്ത് വെച്ച് കഴിഞ്ഞ് ഇനി കരിയിലിട്ട് വെക്കണം കേട്ടോ. കരിയിലൊക്കെ നമ്മൾ ആദ്യമേ സെറ്റാക്കി വെച്ചു. കരിയില പിന്നെ ഇഷ്ടം പോലെ ഇപ്പൊ വേനലും ഇങ്ങോട്ട് ആയാല് എല്ലാ പ്ലാവിന്റെ അടിയിലും പോയാലും പിന്നെ നമുക്ക് ആടിന്റെ പ്ലാവിലും കിട്ടും കേട്ടോ. കൊണ്ടുവരുന്നതിന്റെ വേസ്റ്റ് ഉണ്ടാവും ഇഷ്ടം പോലെ. ഇതിലിടയ്ക്ക് വഴുതന ഉണ്ടായതുകൊണ്ട് കുറേ വഴുതന നമുക്ക് ഇതിൽ നിന്ന് കിട്ടിട്ടോ. ഇനിയും വരും. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്താ ഇവിടുന്നൊക്കെ ഇനി പുതിയത് കണ്ടല്ലോ ഇങ്ങനെ പൊട്ടിയുണ്ടാവും. വഴുതനയും പച്ചമുളകൊക്കെ ഒരു സമയം നട്ടിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. ഇനി നമ്മളെ കുഴി മൂടുക കേട്ടോ. എല്ലാത്തിനും നമ്മൾ കരിയിലിട്ട് കഴിഞ്ഞ് കുഴി മൂടാൻ നമ്മൾ ചെത്തി വെച്ചാൽ മണ്ണുണ്ടല്ലോ കുഴിച്ചപ്പോഴാവും ജസ്റ്റ് ഒന്ന് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ. നമുക്ക് ഏരിയ എടുത്ത് തൊട്ടടുത്തിന് വഴുതന ഇരുന്നുകൊണ്ടേ ഫസ്റ്റ് മണ്ണിട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്ര മതി. ഈ കരിയില മാത്രം ഇട്ട് വെച്ചാലും കുഴപ്പമില്ല, മുള വേഗം വരും. അധികം മണ്ണിടുകയൊന്നും വേണ്ട. അപ്പോഴേ ഇതൊക്കെ മണ്ണിട്ട് കഴിയുന്നവരെ വീഡിയോ എടുത്താൽ നമ്മളെ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ കണ്ടില്ലേ, പന്നിയുടെ ശല്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പരീക്ഷണം ചെയ്തു നോക്കുന്നത്.
നമുക്ക് ചെയ്യാം റെയിൻ ഷെൽട്ടറിലൊക്കെ നട്ടിട്ട് ഇതിന് വിളവുണ്ടാവുമെന്ന് നമുക്ക് ഒരു പരീക്ഷണം നടത്തും ചെയ്യാം. പിന്നെ കാട്ടുപന്നിയുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കർഷകരുടെ അവസ്ഥയും കൂടെ എങ്ങനെയാണ്, തോട്ടത്തിലൊന്നും കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ ചെയ്ത് മുറ്റത്തെത്തി ചേന കൃഷിയൊക്കെ. പിന്നെ നമ്മൾ റെയിൻ ഷെൽട്ടറിലും ഇനി പോളിയോസ് ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. ചിലപ്പം എന്ത് ചെയ്യുക, നമ്മൾ ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ വീഡിയോ നിർത്തട്ടെ കേട്ടോ, വേഗം പണി തീർക്കട്ടെ.